ഹായ്, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? സമയം 9 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ എൻ്റെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് കുളിയും കൂടി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലാത്ത പക്ഷം ഞാൻ വന്നു കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് എടുക്കാറുണ്ട്. പക്ഷെ ഒന്നാമത്തെ കാരണം ക്ലാരിറ്റി കിട്ടുന്നില്ല. എങ്ങനെ വീഡിയോ എടുത്തിന് എത്ര ബ്രൈറ്റ്നസ് കൂട്ടിക്കഴിഞ്ഞാലും ക്ലാരിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഒന്ന് സൈഡിലോട്ട് ഇപ്പോൾ മാറ്റി വെച്ചത്. ഞായറാഴ്ച ഒക്കെ കിട്ടുന്ന സമയത്ത് പകലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് കിട്ടുമല്ലോ. അപ്പം നമുക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ ഒന്ന് വീണ്ടും തുടങ്ങാം. അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച എന്തെങ്കിലും ഫുഡിൻ്റെയും കാര്യത്തിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണമൊക്കെ വരാറായി. മൊത്തത്തിൽ ടൗണിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്താ വെച്ചാൽ കച്ചവടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 മാസങ്ങളായിട്ട് പൊതുവേ ഒരു കുറവ് തന്നെയാണ് എല്ലാവർക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആരുടെ കയ്യിലും പറയുന്ന പോലെ പണം ഇല്ല, അത്ര തന്നെ. എന്താ പറയുക, പിന്നെ ഓണം എന്നൊക്കെ പറയുന്നത് വലിയ മുമ്പത്തെ പോലെ ഒരു ആഘോഷമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ കൂടെ കുറച്ച് 2-3 കറികൾ അധികം വെക്കുന്നല്ലാതെ, പിന്നെ ഒന്നുകിൽ അമ്മേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കും. പിന്നെ അച്ചാച്ചൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ ഇപ്പോൾ പോകുന്നത് കൊണ്ടാണ് കുറച്ചൊരു ഓണം എന്ന് പറയുമ്പോൾ കുറച്ചും ഒരു രസം. അല്ലാതെ ഒന്നും വലിയ മൂടൊന്നുമില്ല. ഇപ്പോൾ രാത്രി ഇങ്ങനെ ഓൺ വോയിസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കിന്നാങ്കിരീൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും. എനിക്ക് വേറെ എവിടെയും പോയിട്ട് ഓൺ വോയിസ് ഇപ്പോൾ ചെയ്യാനും പറ്റൂല. അതുകൊണ്ടാണ്. പിന്നെ ചിലവർ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുറത്തൊക്കെ പോയി എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണം. അല്ലാണ്ട് എനിക്ക് ആരും വീഡിയോ എടുത്ത് തരാനൊന്നുമില്ല. മൂളൂട്ടിയാകും ചില സമയം എടുത്തു തരാം. പിന്നെ അവർക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരെയും കിട്ടൂല. അതുകൊണ്ട് അത്ര റിസ്ക് എടുത്തിട്ട് ഫോൺ 2 പ്രാവശ്യം ഞാൻ താഴെ വീണിട്ട് അതിൻ്റെ ചില്ലങ്ങ് തടിപൊടി ആയിട്ടുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, ട്രൈപോഡിൻ്റെ മേലെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സ്ഥിരം എൻ്റെ എല്ലാ വീഡിയോസും റീലും ഞാൻ ഇവിടെ ഈ ജനലിങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിനകത്ത് സാരിയോ എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ സാഹചര്യം ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഈ കമൻറ്റ് ഇടുന്ന 1-2 പേര് ഇവിടെ ഈ യൂട്യൂബ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ FBയിലൊക്കെയാണ് കമൻറ്റ് വരുന്നത്. അപ്പോൾ അത് സാഹചര്യം കൊണ്ടാണ് നമ്മളങ്ങനെ രാവിലെ പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കും, നമ്മളൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഉണ്ട് അതിനായിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകാനുള്ള നേരവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കാത്തത്. അല്ലാത്ത പക്ഷം നമ്മൾ ഇതിനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് വീഡിയോ എടുത്തു തരാൻ വേണ്ടി ആരെങ്കിലും കൂട്ടിയിട്ടൊക്കെ പോകാൻ പറ്റും. ഇത് നമുക്ക് സാധിക്കില്ല. ഒരു അരമണിക്കൂറാണ് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന സമയം. ആ സമയത്ത് ഞാൻ എന്താ പറയുക, ജസ്റ്റ് ഒരു 1-2 വീഡിയോ എടുക്കും. അത് ചിലപ്പോൾ ഒരു സാരിയിൽ 3 വീഡിയോ എടുക്കും, അങ്ങനെ പോകും കേട്ടോ. അതുകൊണ്ടാണ് അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഓണം എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പിള്ളേരെ സംബന്ധിച്ച് ഭയങ്കര വലിയ സംഭവങ്ങളാണ്. അവരിപ്പോഴേ പറയാൻ തുടങ്ങി. അമ്മേ, എനിക്ക് മോളൂട്ടി പറയും, എനിക്ക് ധാവണി മതി കേട്ടാ, ധാവണി മതി. കാരണം ഇപ്പോൾ കുറച്ചും കൂടി വലുതാവും തോറും അവരുടെ ഇഷ്ടങ്ങളും അതുപോലെയല്ലേ. മുമ്പൊക്കെ നമ്മൾ എന്താണോ വാങ്ങിക്കൊടുക്കുന്നത് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേ ധാവണി വേണം. അങ്ങനെ പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ അവൾക്കും ഉണ്ടല്ലോ ഇഷ്ടങ്ങൾ എന്നുള്ള രീതിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് വരെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ട് അവൾ ഇങ്ങോട്ട് പറഞ്ഞത്. ആ മോഡലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ നോക്കിയിട്ട് കാണിച്ചു തരും, ഇന്നതാണ് ഇങ്ങനെയാണ്. അതന്നെ എക്സ്ട്രാ ആയിട്ട് കിട്ടൂലെങ്കിലും അതിനോടൊക്കെ അടുത്ത് വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സാധനം മേടിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ അമ്മേനോട് ഓണത്തിന് കുറേ നാൾ മുമ്പേ നമ്മൾ ശല്യാക്കും, കുപ്പായം മണിക്കണേ അമ്മേ, കുപ്പായം മണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം അമ്മേൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. നമുക്ക് ആ സമയത്ത് അറിയുന്നില്ലല്ലോ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കിട്ടണം. അപ്പോൾ ഇപ്പം എനിക്ക് നമുക്ക് 2 മക്കളെ തന്നെ നമ്മൾ അവരെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഒരു ഇതുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം സഹായിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ സമയത്ത് അമ്മ 3 മക്കൾ, എനിക്ക് 2 ആങ്ങളും വരാം കേട്ടോ. അപ്പോൾ ഈ ആമ്പിളേരെ ഡ്രസ്സിനൊക്കെ പറഞ്ഞാൽ നല്ല റേറ്റാണ്. ഇപ്പം തന്നെ എൻ്റെ മോനോട്ടൊക്കെ ഒരു പാൻറ് എടുക്കണമെങ്കിൽ പോയെങ്കിൽ നമുക്ക് മനസ്സിലാവും അത്. അപ്പോൾ അന്നത്തെ അമ്മേൻ്റെ ആ ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്കത് ഈ ഒരു സമയത്ത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അന്നൊക്കെ എന്ന് വെച്ചാൽ ഓണത്തിന് 10 ദിവസമൊക്കെ പൂട്ടുന്ന സമയത്ത് സ്കൂൾ അടക്കണ തലേ ദിവസമേ നമ്മൾ എന്താക്കും എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. ഞാനും എൻ്റെ 2ാമത്തെ അനിയനൊക്കെ നമ്മളെപ്പോഴും ആ ഒരു ടൈമിൽ സ്വന്തം വീട്ടിലുണ്ടാവില്ല. ഒന്നുകിൽ അച്ഛൻ്റെ വീട്ടിലോ അമ്മേൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് നിൽക്കും. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരെന്നേരം ഇളയപ്പന്മാരൊക്കെ, അതായത് അച്ഛൻ്റെ അനിയന്മാരൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരും. എപ്പോഴും അതൊക്കെ ഭയങ്കര പണ്ടത്തെ ആ ഒരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കളറാട്ടാ. ഇത് ഒന്നുമില്ലെങ്കിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് എന്നൊക്കെ പറയണത് ഇതുപോലെ ഓണവും വിഷു ഒക്കെ വരുമ്പോഴാണ്. സ്കൂൾ തുറക്കുന്ന ഒരു ടൈമുണ്ട്, ആ ടൈമിലാണ് പുതിയത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടൽ. അതൊക്കെ വലിയ സംഭവം. പക്ഷേ ഇന്ന് എപ്പോഴും നമുക്ക് എന്തും ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഒന്നുകിൽ നമ്മളെ പൈസ കൊണ്ടെങ്കിലും മേടിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ പണ്ടൊക്കെ ഭയങ്കര, എന്നിട്ട് സമാധാനമില്ല. പക്ഷെ പണ്ട് സമാധാനമുണ്ട്, ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സ്കൂൾ പൂട്ടുമ്പം, പക്ഷെ എൻ്റെ ചെറിയ അനിയനുണ്ട്, അവൻ വരില്ല. അവൻ അമ്മേനെ വിട്ടിട്ട് എവിടെയും
മാറി താമസിക്കില്ല. അമ്മ വരുന്ന സമയത്ത് അമ്മേൻ്റെ കൂടെ വരുന്നല്ലാണ്ട് എവിടെയും നിൽക്കില്ല. പക്ഷെ ഞാനും എൻ്റെ രണ്ടാമത്തെ അനിയനും അവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചുങ്ങൾ കത്തും, ഇങ്ങനെയാണെന്നല്ലേ, കുറച്ച് നേരം ഒന്ന് ചിന്തിക്കും പണ്ടത്തെ കാര്യങ്ങൾ. ഇപ്പം അവരും അവരുടേതായ തിരക്കല്ലേ, അപ്പോൾ ഓർക്കാനുള്ള നേരം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോയിലൂടെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരാളെ എന്നെപ്പോലെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാർ. ഓണം എന്ന് പറയുന്നത് അല്ലേ, പണ്ട് കാലത്തൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുക, കുറച്ച് നാൾ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഉള്ളതാണ് ഏറ്റവും വലിയ ഓണാഘോഷം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതൊക്കെ എപ്പോഴും അതിന് എത്ര വലുതായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ എത്തൂല ഇപ്പോഴത്തെ ഓരോ ഓർമ്മയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രാരാബ്ദവും കാര്യങ്ങളും ഈ മുമ്പോട്ട് പോകാനുള്ള നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കും, ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ ടെൻഷനായിരിക്കും. പക്ഷെ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭക്ഷണം കഴിക്കുക അല്ലേ, നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങനെ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ലെങ്കിലും നല്ല സ്മൂത്തായിട്ട് നടന്നു പോകുന്നുണ്ട്. അത് വേറെ ആൾ ചെയ്തു തരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇതിപ്പം നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ടത് കൊണ്ട് എല്ലാത്തിനും ഒരു കൺട്രോളും കാര്യങ്ങളും വന്നു. അതാണ് പറയാനുള്ളത്. പിന്നെന്താ പറയുക, നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ, ടൗണിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരും കുറച്ചായിട്ട് ഇങ്ങനെ ഇപ്പം തിരക്ക് കാണുന്നു, പൊതുവെ ഇല്ല. എന്തായാലും എനിക്ക് തോന്നുന്നു കൊറോണ കഴിഞ്ഞേ പിന്നെ ഇങ്ങോട്ടുള്ള എല്ലാ ആഘോഷങ്ങളും വലിയ ഒരു രസമൊന്നുമില്ല, അതിനോടെല്ലാം പോയിന്ന് തോന്നുന്നു. കച്ചവടം ഇപ്പം നമ്മൾ എന്താ പറയുക, ടൗണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഷോപ്പിലത്തെ ആൾക്കാരൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കുറേ സ്റ്റോക്കൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം, ചിലവായി പോകുന്നില്ലല്ലോ എന്നുള്ള കാര്യത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഡെഡ് സ്റ്റോക്കാണ് ഒരുവിധം സാധനങ്ങളൊക്കെ ഒന്ന് ഈ ഓണത്തിന് ഒരുപാട് അങ്ങോട്ട് കൊണ്ടുവരാത്തത് നല്ലതാണ്. കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം ഒന്നും വിറ്റ് പോകും തോന്നില്ല. അപ്പം മൊത്തത്തിലുള്ള സെയിലും നമ്മളും ഷോപ്പിലായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലാത്ത പക്ഷെ നമുക്കറിയില്ലല്ലോ, വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പുറത്തെന്താണെന്ന് പോലും അറിയില്ല. ഇപ്പം പച്ചക്കറിക്കാണെങ്കിലും വെളിച്ചെണ്ണക്കാണെങ്കിലും വില എന്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ സ്വന്തം പോയി വാങ്ങുമ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഡെയിലി എന്താ പറയുക, ചുമേൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഴ ഇവിടെ നമുക്ക് എപ്പോഴും ചില പിന്നെന്താ പറയുക, മറ്റു ജില്ലകളിലെ ആൾക്കാരൊക്കെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്ന പോലെ നിൻ്റെ നാട്ടിൽ മാത്രമാണല്ലേ മഴ എന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ അധികം അങ്ങനെ തന്നെ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴയായിരിക്കും, അതുപോലെ രാവിലെ ഇറങ്ങാൻ നേരത്തും മഴയായിരിക്കും. ഞാൻ അതുകൊണ്ട് ഇന്ന് രാവിലെ ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല, കോൺവോയ്സ്, കാരണം മഴയാകുമ്പോൾ കുടയും പിടിച്ച് നടന്നു പോകുമ്പോൾ വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പോയി. അപ്പോൾ ഈ മഴയും കാറ്റും ഇതൊക്കെ അടിച്ചിട്ട് പിന്നെ സീനാവാൻ തുടങ്ങി. ഇനിയിപ്പം ഇപ്പം ഓണത്തിനൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എടുക്കണമെന്ന് ഒരാഗ്രഹം. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം ഇൻസ്റ്റയിലാണെങ്കിലും നമുക്ക് നിങ്ങളൊക്കെ കാണുമല്ലോ, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാനുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. ഈ ഇൻസ്റ്റയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ, അതായത് ഈ ആപ്പൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഓണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഓണത്തിന് പൂക്കളിടുന്നു, അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. ആരെ കാണിക്കാനായി ഫോട്ടോ ഇടേണ്ട, അറ്റ്ലീസ്റ്റ് വാട്സപ്പ് മാത്രമേ ഉണ്ടാവും. പക്ഷേ ഇൻസ്റ്റ വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കണം, മറ്റുള്ളവർ വീഡിയോക്ക് ഇപ്പോഴേ കാണാൻ തുടങ്ങി. ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാവും ഓണത്തിൻ്റെ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ഇപ്പോഴേ ഇങ്ങനെ എന്താ പറയുക നമ്മൾ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കും. അതായത് ഈ എന്താ പറയുക, മീഷോയിലൊക്കെ നോക്കിയിട്ട് റേറ്റ് കുറവുണ്ടോ എന്നൊക്കെ. പക്ഷേ എന്തായാലും ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ എത്താത്തത് കൊണ്ട് നമ്മൾ കടയിൽ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ മേടിക്കും ഓണത്തിൻ്റെ സമയത്ത്. പിന്നെ അറ്റ്ലീസ്റ്റ് കുറച്ച് ചില സ്ഥലത്തൊക്കെ ആടി സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ വക സാധനങ്ങൾക്ക് കുറച്ച് പൈസ കുറവായിരിക്കും. അതുകൊണ്ടൊക്കെ മേടിച്ച് സെറ്റാക്കി ഞാൻ ബ്ലൗസിൻ്റെ തുണിയെല്ലാം എടുത്ത് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്, അടിച്ചിട്ടില്ല. ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് സെറ്റാക്കണം. ഞായറാഴ്ച മാത്രമല്ലേ നമ്മൾക്കൊരു സമയമുള്ളൂ, ആ ഒരു ഞായറാഴ്ച വേണം എല്ലാ പരിപാടികളും തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ഞായറാഴ്ച പിന്നെ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതും പറയുന്ന പോലെ സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാകും തോന്നില്ല. അപ്പോൾ എല്ലാവരുടെയും വീഡിയോ എത്ര പേര് കാണുന്നു, എത്ര പേര് കമൻറ്റൊക്കെ അങ്ങനെ വരുന്നുള്ളൂ. എന്നാലും എനിക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ആര് വീഡിയോ കാണുന്നുണ്ട് ഇല്ലെങ്കിലും എൻ്റെ ഈ സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കുറേ നാൾ, അതായത് എൻ്റെ വീഡിയോ കണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് ലെങ്ത്തിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞ് നിർത്താണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം.